ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആയിട്ടൊന്ന് കാണിക്കുന്നത്. നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണിത്. അപ്പോൾ ഇതാ നല്ലൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ വെറൈറ്റി ആയിട്ട് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിന് എന്താ പറയുക, ഇതിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചാണ്. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം 1 കിലോ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ ഓറഞ്ചാണ്. ഇപ്പോൾ ഒരു 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതാ പിന്നെ ഓറഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ച് മധുരം ഇല്ല ഓറഞ്ച് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5 ഓറഞ്ച് ഞാനിത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സുർക്ക കുപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കുപ്പിയാണോ ഉള്ളത്, കുറച്ച് ഡിസൈനൊക്കെ ഉള്ള കുപ്പിയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അതുപോലെ തന്നെ കുറച്ച് വീതിയും വിസ്താരമൊക്കെ ഉള്ള കുപ്പി എടുക്കുകയാണെങ്കിൽ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതാ കുപ്പി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് വേണം. അപ്പോൾ കുപ്പി നമുക്ക് അവിടെ എടുത്ത് വെക്കാം. അപ്പോൾ അതാ നമുക്ക് വേണ്ട ഒരു സ്റ്റിക്ക് എടുക്കുക, അതായത് ഒരു കോല്. അതായത് നമുക്ക് ഈ ഓറഞ്ച് ഈ ഒരു കോലുമേലാണ് നമുക്ക് കോർക്കേണ്ടത്. അതുകൊണ്ടൊരു കോലെടുക്കുക. അതായത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇല്ലത്, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മുളൻ്റെ വടിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓറഞ്ച് പൊട്ടിപ്പോവാതെ പതുക്കെ ഇതുപോലെ ഓറഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഈ കോല് ഇതുപോലെ ഇങ്ങനെ ഓറഞ്ച് കോലുമേൽ ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഓറഞ്ച് ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അതാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അതുപോലെ തന്നെ നല്ല മധുരമൊക്കെ ഉള്ള ഓറഞ്ച് നോക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കൊലുമൽ ഇങ്ങനെ കോർക്കുമ്പോൾ ഓറഞ്ച് പൊട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ആ കറക്റ്റ് ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ആ കുപ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ കോർത്ത് വെച്ച ഓറഞ്ച് ഇല്ലേ, അത് പതുക്കെ കുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ വലിയ ഓറഞ്ചാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കുപ്പിയിൽ കൊള്ളൂല. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഓറഞ്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ കുപ്പി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കുപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓറഞ്ച് എടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഓറഞ്ച് ഈ ഒരു കുപ്പിൻ്റെ അടപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ അടച്ചു വെക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ നമ്മളവിടെ അമർത്തി പിടിച്ചതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതുപോലൊരു ഇൻസുലേഷൻ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ ഓറഞ്ചൊക്കെ വെച്ചിട്ട് ഇതാ ഇതുപോലെ കണ്ടോ. ഇപ്പോൾ കുപ്പിൻ്റെ അകത്തായി ഓറഞ്ചൊക്കെ. എന്നിട്ട് നമ്മൾ ഇൻസുലേഷൻ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് മാറ്റി വെക്കുക. അടുത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജലാറ്റിനാണ്. അപ്പോൾ ഇതാ ജലാറ്റിൻ ഞാൻ ഏകദേശം 50 ഗ്രാമോളം ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ, കുറച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് ജലാറ്റിൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സ് ആക്കിയാലും മതി. ഇനിയിപ്പോൾ ജലാറ്റിനോ ചൈനാഗ്രാസോ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കോൺഫ്ലോറിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത് വേണ്ടത് എന്താ പറയുക, പാലാണ്. അപ്പോൾ ഒരു പാക്ക് പാലെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അല്പം വാനില എസൻസ് ചേർക്കുക, അല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്താലും മതി. അതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് തിള വരുന്ന ടൈമിൽ ഒന്ന് തിളച്ച് വന്നാൽ മതി. ആ ഒരു തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ മിക്സാക്കി വെച്ചിട്ടില്ല ജലാറ്റിനില്ലേ, അതും കൂടെ ചേർത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വെക്കുക. ഇതും കൂടെ പാലും ജലാറ്റിനും കൂടെ ഒക്കെ ഒന്ന് മിക്സാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറ്റി എടുക്കണം കേട്ടോ. ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഉപയോഗിക്കരുത്, ഒന്ന് ചൂടാറ്റി എടുക്കുക. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഓറഞ്ച് നിറച്ച് വെച്ചിട്ടുള്ള കുപ്പിയില്ലേ, അതിൽ നിന്ന് ആ കോലെടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കുപ്പി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ചിന്തിപ്പോവും. അപ്പോൾ ഞാൻ ഒട്ടിച്ചത് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഇൻസുലേഷൻ ഒന്നും കൂടെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മൾ പാലൊക്കെ നിറച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒരു മിനിമം ഒരു 4 മണിക്കൂറെന്നെങ്കിലും വെച്ചാൽ മതി. ഇനിയിപ്പോൾ രാത്രിയൊക്കെയാണ് ചെയ്യണമെങ്കിൽ രാവിലെ എടുത്താലും മതി. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത്, രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇൻസുലേഷനൊക്കെ പറിച്ചെടുത്തിട്ട് ആ കുപ്പിൻ്റെ മുകളിലത്തെ ഭാഗം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചത് കറക്റ്റ് ആവാത്തതുകൊണ്ട് അത്ര അങ്ങോട്ട് ഫിനിഷിങ് കിട്ടിയിട്ടില്ല മുകൾ ഭാഗത്ത്, അല്ലാത്തടത്തൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുപ്പി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ അങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സംഭവം. ആ മുകൾ ഭാഗം കുറച്ച് ഫിനിഷിങ് പോയിട്ടുണ്ടെങ്കിലും അല്ലാത്തടത്തൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതിങ്ങനെ ഈ കാണാനും മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. എന്താ പറയുക, മധുരവും പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എന്നാൽ എന്താ പറയുക, വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ എന്താ പറയുക, ഈ പാലിൻ്റെ മിക്സും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പുളി മധുരം കൂടെ ഇട കലർന്നിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക്